വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഉപ്പേരിയാണ്. ചക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ്. ചക്കയുടെ ചുള മാത്രമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഈ ചുള ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിയെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അരിയുക കേട്ടോ. ഞാൻ കുരു എടുത്തിട്ടില്ല, വെറും ചുള മാത്രമാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് വേവുന്നതാണ് ചക്കയുടെ ചുള. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിന് നെയ്യൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികമൊന്നും വെള്ളം ഒഴിക്കണ്ട. പെട്ടെന്ന് കിട്ടും. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കി ചേർത്ത്, സാധാരണ ചക്ക ചുളയൊക്കെ മുറിച്ച് ഉപ്പേരിക്കായാലും കൂട്ടാൻ വെക്കാനായാലും നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ കഴുകാറില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലല്ലേ, അപ്പോൾ ഒന്ന് കഴുകിക്കോളൂ കേട്ടോ. ഒന്ന് കഴുകിയെടുത്ത് അത് ചട്ടിയിലേക്ക് വെച്ച് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചക്ക വേവുമ്പോഴേക്ക് അതൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 5-10 എണ്ണം ഉണ്ടാവും ചെറിയ ഉള്ളിയും പിന്നെ കുറച്ചതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. വെള്ളമെല്ലാം വറ്റി ചക്ക വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേവ് കേട്ടോ, 10 മിനിറ്റ് ഒന്നും വേണ്ട. ഇതിപ്പോൾ നല്ലോണം ഒന്ന് വെന്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പാകത്തിനനുസരിച്ച് ഇങ്ങനെ കുഴയണ്ടാച്ചെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് എടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് എരിവിനാവശ്യമുള്ള ചതച്ച മുളക് കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം അതൊന്ന് മൂത്ത് വരണം. അതിലേക്ക് കുറച്ചും കൂടി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് വെന്ത ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചുള ഇടാതെ വെറും ചക്കക്കുരു ഇടാതെ വെറും ചുള മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ. ഇതേപോലെ തന്നെ വറുത്തിടണം. ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ അതിലേക്ക് വരണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. എല്ലാവർക്കും അറിയായിരിക്കും. ഇത് പറയാനൊന്നുമില്ല. ചെറിയൊരു ഉപ്പേരി. നമ്മളെ ചക്കക്കാലമായാലും ചക്ക കിട്ടുമ്പോഴല്ലേ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. ഇനി ഞാൻ ചക്കയുടെ വേറൊരു ചെറിയൊരു ഇതും കൂടി റെസിപ്പിയും കൂടി കാണിച്ചു തരാം. എനിക്കറിയാം, കണ്ട ഇത് ഈ ഒരു വേവിൽ നമുക്ക് എടുക്കാം. ഇങ്ങനെ പുഴുങ്ങിയെടുത്താൽ മതി. നമ്മൾ കൊള്ളിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പുഴുങ്ങിയെടുക്കില്ലേ, അതുപോലെ അത്രയും വേവില്ല നമുക്ക് ചക്കയുടെ ചുളയ്ക്ക്. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് നമ്മൾ വൈകുന്നേരത്തെ കാപ്പിക്കൊക്കെ കഴിക്കാൻ ഇതിനൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം. അത് കൂട്ടിയിട്ടാണ് നമ്മളിത് കഴിക്കുക. നല്ല ടേസ്റ്റാട്ടോ. മഴക്കാലമൊക്കെ അല്ലേ, അപ്പം നമുക്കിങ്ങനെ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ കാപ്പിക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെയെല്ലാം നമ്മൾ എടുത്തു. ഇനി നമുക്കിതിനൊരു ചമ്മന്തി ഉണ്ടാക്കാം. നമ്മൾ ഈ ചക്ക വീഡിയോ പിടിച്ചത്, ആദ്യത്തെ വീഡിയോ നമ്മളിരുന്ന് മിസ്സായിപ്പോയി. അതായത് ചക്കച്ചോള കുരു കളഞ്ഞിട്ടുള്ള ചുള മാത്രം എടുത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് വേവിച്ച് എടുത്തതാണ് കേട്ടോ. അതിന് ശേഷമുള്ള വീഡിയോ ആണ് നമുക്ക് കിട്ടിയത്. മറ്റേത് അത് മിസ്സായിപ്പോയി. അപ്പോൾ ഇത് ഇതേപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. പാത്രത്തിലേക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതൊന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതും കൂടി ഇതിലേക്ക് മാറ്റാം. ഇനി നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ചെടുക്കാം. ജാറിലേക്ക് നമ്മൾ വറുത്തെടുത്ത വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഒരു പിടി നാളികേരം, നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം, ഒരു കുറച്ച് അധികം വേണ്ട, ഒരു ഇത്തിരി പോന്ന ചെറിയൊരു പുളി അതിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പിടി നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉപ്പ് ചേർത്ത് നല്ലോണം അങ്ങനെ നല്ലോണം അരയണ്ട, ഇങ്ങനെ പൊടിയായിട്ടുള്ള ഒരു ചമ്മന്തി പൊടി പോലെ നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ചമ്മന്തി അരച്ചെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് കൂട്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചമ്മന്തി, നല്ലോണം അരയ്ക്കാതെ ഇങ്ങനെ പൊടിയായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി. അതുപോലെ ഈ ചക്ക, ഈ പുഴുങ്ങിയ ചക്കയും കൂട്ടിയിട്ട് ചമ്മന്തി കൂട്ടി കഴിച്ചു നോക്കൂ, നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് ചക്കയുടെ ഉപ്പേരി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thank you for watching.